ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പെട്ടി കണ്ടിട്ട് എല്ലാവർക്കും അതിനുള്ളിൽ എന്തായിരിക്കും എന്ന ആകാംക്ഷയിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടി തുറന്ന് കാണിച്ചു തരാം. ഇത് വേറൊന്നുമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശേഖരിച്ച് വെച്ച കുറച്ച് കോയിൻസാണ്. നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് കോയിൻസാണ്. അതിന് പുറമെ പുറം രാജ്യത്തുള്ള 2-3 കോയിൻസ് കൂടെ എൻ്റെ കയ്യിലുണ്ട്. കൂടുതൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കോയിൻസാണ് എൻ്റെ കയ്യിലുള്ളത്. 1-2 നോട്ടുകളുണ്ട്. അപ്പം എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് കളക്ഷനിലുള്ളൂ. പണ്ട് ശേഖരിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കൂടി അത് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ആ ചെറിയ കോയിൻ കളക്ഷൻ. ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇത് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന 5 രൂപയുടെ കോയിനാണ്. ഈ 1 രൂപയുടെ കോയിൻ ഇപ്പോഴും ഉണ്ട്. പിന്നെ 20 രൂപയുടേത്, 10 രൂപയുടേത്, 1 രൂപയുടേത്, ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളത്. അതായത് നമ്മുടെ അതിൽ ഗാന്ധിജിയുടെ ഫോട്ടോ എല്ലാം ഉണ്ട്, പഴയതാണ് നല്ല. പിന്നെ ഈ കോയിൻസൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന കോയിൻസാണ്. അതിൽ ചിലതൊക്കെ 50 പൈസയുടെ കോയിനൊക്കെ ഇപ്പോഴും കിട്ടാറുണ്ട്. ബാക്കിയൊന്നും ഇപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത് നമ്മുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരണ എന്നൊക്കെ പറയുന്ന അതാണ്. പക്ഷേ അതിലിപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അതിനകത്ത് കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതുന്നത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്ലിയർ അല്ല, കാണാൻ പറ്റുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് അത് കോയിൻസ് കറുത്തു പോയി കുറച്ച്. ഇത് നമ്മളന്ന് ഒരു അണയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് 20 പൈസയുടെ കോയിനുണ്ട്. പിന്നെ ഇത് 10 പൈസയാണ്. അത് 25 പൈസ. ഈ 25 പൈസ മിക്കവാറും ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് പിന്നെ കാലണ എന്ന് പറയുന്നതാണ് ഇത്. പിന്നെ ആ 10 പൈസ, അത് 3 പൈസ. പിന്നെ ഈ 50 പൈസയും മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, ഇപ്പോഴും അതുണ്ട്. പിന്നെ മറ്റത് 1 പൈസ. പിന്നെ ഇതാണ് മറ്റ് കോയിൻസ് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള കോയിൻസാണ് ഈ കാണുന്നത്, കണ്ടോ. ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ്. കറക്റ്റായിട്ടെല്ലാം എനിക്ക് അറിയില്ല ഏതൊക്കെ രാജ്യത്തിലെയാണെന്ന് കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറയാത്തത്. ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് മാത്രം. അവിടെ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്തുള്ളതാണ്. അപ്പോൾ കറക്റ്റ് അറിയാനിട്ടാണ് ഞാൻ പറയാത്തത്. വെറുതെ പറഞ്ഞ് തെറ്റിക്കണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ചെറിയ കളക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.